ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ഉപയോഗിച്ചുള്ള പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഭയങ്കര സോഫ്റ്റും ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു പുട്ടാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന അരിപ്പുട്ടും അതുപോലെ ഗോതമ്പ് പുട്ടിനേക്കാളൊക്കെ രുചിയും എളുപ്പത്തിലും ഉണ്ടാക്കാൻ പറ്റും. വളരെ ഈസിയാണ്, 10 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കാം. സോ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഓട്സ് ആണ്. ഞാനിവിടെ ഏകദേശം ഒരു 3/4 കപ്പോളം ഓട്സ് എടുത്തിട്ടുണ്ട്, വൈറ്റ് ഓട്സ്. ഓട്സ് ആണ് ഇത്. നമുക്കറിയാം ഓട്സിനെ പറ്റിയിട്ട് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. ഏത് പ്രായക്കാർക്കും ഏത് അസുഖമുള്ളവർക്കും കഴിക്കാവുന്നതാണ്. കാരണം ഇത് പെട്ടെന്ന് ദഹിക്കുകയും അതുപോലെ തീരെ കൊഴുപ്പും ഇല്ലാത്ത ഒരു ഫുഡാണ് ഓട്സ്. നിറയെ ഫൈബർ ഉണ്ട്, അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്. അവരുടെ ബുദ്ധിശക്തിക്കൊക്കെ വളരെ നല്ലതാണ് ഓട്സ്. സോ ഈ ഓട്സ് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് പൊടിച്ചാൽ മതി, ഒരുപാട് പൊടിഞ്ഞു പോരുത്. ഒരു പുട്ടിന് വേണ്ട രീതിയിൽ നമുക്കതിനെ പൊടിച്ചെടുക്കാം. ചെറിയൊരു തരി വരുന്ന രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ പൊടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പുട്ടുണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇതിനെ നമുക്ക് ആദ്യം നനച്ചെടുക്കണം. നനച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളം നന്നായിട്ട് തിളപ്പിക്കാം. ഞാൻ അതിനായിട്ട് ഒരു 1/4 കപ്പോളം വെള്ളം എടുത്തിട്ട്, അതിന് പ്രത്യേകിച്ച് അളവില്ല, ഒരു 1/2 കപ്പോളം വെള്ളം എടുത്ത് അതിനകത്ത് നന്നായി തിളച്ച് വരുമ്പോൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് നനച്ചെടുക്കണം. നന്നായി നനച്ചെടുക്കണം. എല്ലാ പൊടിയും നന്നായി നനഞ്ഞ് കിട്ടണം. ഓക്കെ, പിന്നെ നമുക്കറിയാം ഓട്സ് കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് നല്ലതാണ്. കാരണം LDL എന്ന് പറയുന്ന കൊളസ്ട്രോൾ ഇത് കുറയ്ക്കും. അങ്ങനെ നമുക്ക് കൊളസ്ട്രോൾ മാത്രമല്ല, ഷുഗർ, അതുപോലെ ഡയറ്റ് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലതാണ് ഓട്സ്. പെട്ടെന്ന് വെയിറ്റ് കുറയും. ഓട്സിൻ്റെ മാത്രം വെച്ചുള്ള ഡയറ്റ് വരെ ഉണ്ട്. സോ വെറുതെ ഡയറ്റ് നമുക്ക് കുറുക്കി കഴിക്കുന്നതിന് പകരമായിട്ട് ഇതുപോലെ വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുന്നതായിരിക്കും ടേസ്റ്റ്. സോ ഇത് മുഴുവനായിട്ട് ഞാൻ നനച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഇതുപോലെ കുറച്ച് ലംസ് ഉണ്ടാവും. സോ ഇങ്ങനെ ലംസോട് കൂടി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി, ഒരുപാട് പൊടിക്കണ്ട. ഇതുപോലെ ജസ്റ്റ് പൊടിച്ചെടുക്കണം. ഇങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ പുട്ട്. അതല്ല എങ്കിൽ ആ സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല. ഇതുപോലെ തരിയായിട്ട് വേണം നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതിനെ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പുട്ടുകുറ്റിയിലേക്ക് മാറ്റാം. സോ ഞാൻ ഒന്നുകൂടി പറയണം, ഒരുപാട് പൊടിഞ്ഞു പോകരുത്. ഈ ഒരു പരുവത്തിൽ മാത്രം വേണം നമുക്കതിനെ പൊടിച്ചെടുക്കാനായിട്ട്. ഓക്കെ, നമുക്ക് സാധാരണ പുട്ടുകുറ്റിയിൽ, നീളമുള്ള പുട്ടുകുറ്റിയിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ചിരട്ടപ്പുട്ടിൽ നമുക്കിത് ഉണ്ടാക്കാം. ഞാൻ നീളമുള്ള പുട്ടുകുറ്റിയാണ് എടുക്കുന്നത്. ഓക്കെ, ഇതിൽ ആ ചില്ലിടുക. ചില്ലിട്ട ശേഷം തേങ്ങ ആദ്യം ആഡ് ചെയ്യാം. ഇപ്പോൾ കൊളസ്ട്രോളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അധികം തേങ്ങ ഇടണ്ട, കുറച്ച് തേങ്ങ ഇട്ടാൽ മതി. ഞാനിവിടെ ഒരു 2 ടീസ്പൂണോളം ഏകദേശം തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഓട്സ് ഇഷ്ടമുള്ളവർക്ക് അല്ലെങ്കിൽ ഡയറ്റ് ചെയ്യുന്നവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കറികൾ, അതായത് നമുക്കൊന്നെങ്കിൽ ചെറുപയറോ അതല്ല എങ്കിൽ പഴം, ഏത്തപ്പഴം, അങ്ങനെ വ്യത്യസ്തമായിട്ട് ഉള്ള കറികൾ ഉപയോഗിച്ച് കഴിക്കാം. ഇനി ഞാൻ കുറച്ച് തേങ്ങ കൂടി ഇട്ടു. തേങ്ങ ഇട്ട ശേഷം വീണ്ടും പൊടിയിടാം. നോർമലി ഞാൻ ഇതിന് മുൻപായിട്ട് കുറച്ച് ഡയറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം എൻ്റെ ഏകദേശം ഒരു 15 കിലോളം ഈ ഓട്സ് മാത്രം ഉപയോഗിച്ച്, ഓട്സിൻ്റെ പുട്ടും അല്ലെങ്കിൽ ഓട്സിൻ്റെ ഉപ്പുമാവ് അല്ലെങ്കിൽ ഓട്സ് വെറുതെ കുറുക്കിയിട്ടാണെങ്കിലും ഞാൻ കഴിക്കുമായിരുന്നു. ഏറ്റവും എനിക്കിഷ്ടം ഓട്സിൻ്റെ പുട്ട് തന്നെയായിരുന്നു. കാരണം നല്ല ടേസ്റ്റുമാണ്, പെട്ടെന്ന് വയറ് നിറയുകയും ചെയ്യും. സോ ഞാനിത് ആ പുട്ടുകുറ്റിയിൽ നിറച്ചും പുട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ നന്നായിട്ട് മൂടിയിട്ട് ഇനി വേവിച്ചെടുക്കണം. സ്റ്റീം ചെയ്തെടുക്കാൻ പോവാണ്. അതിനായിട്ട് ഞാൻ കുക്കറാണ് ഉപയോഗിക്കുന്നത്. കുക്കറിൻ്റെ വിസിൽ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിന് ഇച്ചിരി വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാകാനായിട്ട് വെച്ചു. അതിൻ്റെ ആവി വരുന്ന കാണാം. അപ്പോഴേക്കും ഞാൻ ഈ പുട്ടുകുറ്റി വെക്കാം. ഇനി അധികം നേരം നമുക്കിതിനെ വേവിക്കേണ്ട. ഒരു മാക്സിമം 5 മിനിറ്റ്, അതിൽ കൂടുതൽ വേവിച്ച് കഴിഞ്ഞാൽ അത് ടേസ്റ്റ് ഉണ്ടാവില്ല. 5 മിനിറ്റ് വേവിച്ചാൽ മതിയാകും. അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് വരുന്ന കാണാം. സ്മോക്ക് വരുമ്പോഴേക്കും നമുക്കത് മാറ്റാം. സോ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഡിലീഷ്യസ് ആയിട്ടുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ സ്ഥിരം നിങ്ങൾ ഓട്സിൻ്റെ പുട്ട് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.